നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചരിത്രം കുറിച്ചുകൊണ്ടാണ് ബി.ജെ.പി. പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നത്. 207 സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണത്തിലുണ്ടായിരുന്ന മമതാ ബാനർജിയുടെ സർക്കാരിനെ വലിച്ചു താഴെയിട്ടുകൊണ്ടാണ് വൻ വിജയം ബി.ജെ.പി. നേടിയത്. സുവേന്ദു അധികാരി എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇതിലെ ഇടപെടലുകൾ എടുത്തു പറയാവുന്നതാണ്. അതുകൊണ്ടാണ് സുവേന്ദു അധികാരിയെ തന്നെ പശ്ചിമ ബംഗാളിൻ്റെ തലവനായി, പശ്ചിമ ബംഗാളിൻ്റെ അധികാരിയായി ബി.ജെ.പി. നിശ്ചയിച്ചതും. മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയ സുവേന്ദു അധികാരി തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്ന തിരക്കിലാണ്. നേരത്തെ തന്നെ സൈന്യത്തിന് 600 ഏക്കർ ഭൂമി കൈമാറിയിരുന്നു. ഈ തീരുമാനം വർഷങ്ങളായി ബംഗാൾ സർക്കാർ പെൻഡിങ്ങിൽ വച്ചിരിക്കുന്ന തീരുമാനമായിരുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ, അത് രാജ്യത്തിൻ്റെ അതിർത്തികൾ, സംസ്ഥാനത്തു കൂടി പോകുന്ന രാജ്യാന്തര അതിർത്തികൾ, ബംഗ്ലാദേശുമായും നേപ്പാളുമായും ഭൂട്ടാനുമായും ഒക്കെ ബംഗ്ലാദേശ് എന്ന സംസ്ഥാനം പങ്കുവയ്ക്കുന്ന അതിർത്തികൾ സുരക്ഷിതമല്ലെന്നും അനധികൃത കുടിയേറ്റവും സ്വർണ്ണക്കടത്തും തീവ്രവാദവും നുഴഞ്ഞുകയറ്റവും അടക്കം ഇതുവഴി നടക്കുന്നുണ്ട് എന്നും BSF നിരന്തരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ വസ്തുതകളൊന്നും പരിശോധിക്കാൻ തയ്യാറായില്ല. അവർ ബംഗ്ലാദേശ് അനധികൃത കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അതിർത്തികൾ വേലി കെട്ടി സുരക്ഷിതമാക്കണമെന്നും ജമ്മുകാശ്മീർ പാകിസ്ഥാൻ അതിർത്തി പോലെ സുരക്ഷിതമായ അതിർത്തിയാക്കി മാറ്റണമെന്നും സൈന്യം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഈ ആവശ്യപ്രകാരമാണ് BSF 600 ഏക്കർ ഭൂമി കൈമാറണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ മമതാ ബാനർജി 15 വർഷമായി അത് മേശപ്പുറത്ത് അടച്ചു വച്ചിരിക്കുകയായിരുന്നു. സുവേന്ദു അധികാരി അധികാരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ ഭൂമി കൈമാറാനുള്ള ക്യാബിനറ്റ് തീരുമാനം വന്നു. അടിയന്തരമായി 600 ഏക്കർ ഭൂമി 45 ദിവസത്തിനകം BSFന് കൈമാറാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം സുവേന്ദു അധികാരി ബംഗാൾ നിയമസഭയിൽ നടത്തിയ ഒരു വലിയ പ്രഖ്യാപനം. എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ അക്രമം നടക്കുക പതിവാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും വോട്ടെണ്ണൽ ദിനത്തിലും അതുപോലെ തന്നെ കൗണ്ടിംഗ് ദിനത്തിലുമെല്ലാം വലിയ അക്രമ സംഭവങ്ങൾ നടക്കാറുണ്ട്. ആളുകൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടാറുണ്ട്. പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നു കഴിയുമ്പോൾ വിജയിച്ച പാർട്ടി പരാജയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ഓടിച്ചിട്ടടിക്കുന്നത് കാണാം. അവരുടെ വീടുകൾ തീ വയ്ക്കുന്നത് നമുക്ക് കാണാം. വീടുകൾ കൊള്ളയടിക്കുന്നു. അവരെ ആ ദേശത്തേക്ക് വരാൻ അനുവദിക്കില്ല. അതായത് ഈ പ്രതിപക്ഷം ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരും എന്നൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJP 77 സീറ്റിൽ ഒതുങ്ങി. അവിടെ വീണ്ടും മമതാ ബാനർജി അധികാരത്തിൽ വരുന്നു. അതിനുശേഷം നടന്ന ലഹള അത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ ലഹളയായിരുന്നു. ആ ലഹളയിൽ നിരവധി BJP പ്രവർത്തകർക്ക് തങ്ങളുടെ ഗ്രാമങ്ങൾ വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും അവരിൽ പലർക്കും തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യം ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്നില്ല എന്നുറപ്പാക്കുകയാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബംഗാൾ സർക്കാർ. അതായത് 2021 സംഭവിച്ചതുപോലെ 2026 മെയ് 4 ശേഷം ഏതെങ്കിലും ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന് സ്വന്തം വീടും നാടും വിട്ട് ഓടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അവരെ തിരികെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് സുവേന്ദു അധികാരി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇതിനായി ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു SITയും രൂപീകരിച്ചിട്ടുണ്ട്. ഇവരുടെ ഓഫീസ് കൊൽക്കത്തയിൽ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏതെങ്കിലും പ്രശ്നം ഏതെങ്കിലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ ഉണ്ട് എങ്കിൽ ഈ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇത് അന്വേഷണത്തിൽ സത്യമാണ് എന്ന് കണ്ടെത്തിയാൽ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന TMC പ്രവർത്തകനെ അവിടുത്തെ സ്ഥലം MLAയും അതുപോലെ തന്നെ അതായത് BJP MLAയും അതുപോലെ തന്നെ SP യും ചേർന്ന് അവരുടെ ഗ്രാമത്തിലേക്കും വീട്ടിലേക്കും സ്വീകരിക്കുമെന്നും തിരിച്ച് അവരെ അവിടെ കുടിയിരുത്തുമെന്നുമൊക്കെയുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സുവേന്ദു അധികാരി നടത്തിയത്. ഇത് കേട്ട് മമതാ ബാനർജി അടക്കമുള്ള പ്രതിപക്ഷ MLAമാർ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ചൂളിയിരിക്കുന്നത് രാജ്യം കാണുന്നുണ്ട്. 2021 സ്ഥിതി അതായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിരുന്ന BJP പ്രവർത്തകരെയെല്ലാം അവിടെ നിന്ന് ഓടിക്കാനാണ് അന്ന് മമതാ ബാനർജി സ്വന്തം പാർട്ടിക്കാർക്ക് നിർദ്ദേശം നൽകിയത്. അവരെ പലരെയും വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. അവരെ പലരെയും വീടിനുള്ളിൽ വെച്ച് തന്നെ ചുട്ടുകൊന്നു. അവരുടെ വീടുകളും സമ്പാദ്യങ്ങളുമെല്ലാം അഗ്നിക്കിരയാക്കി. ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ അവരെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണ് മമതാ ബാനർജി 2021 BJPയോട് പ്രതികാരം തീർത്തത്. ആ പ്രതികാരത്തിന് ഇപ്പോൾ ഒരു മധുര പ്രതികാരം നൽകുകയാണ് സുവേന്ദു അധികാരി.
അങ്ങനെ ഏതെങ്കിലും ഒരു TMC പ്രവർത്തകന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് പരിഗണിക്കാനുള്ള ഒരു സംവിധാനം നിയമപ്രകാരം തന്നെ ഹൈക്കോടതിയുമായി സഹകരിച്ചുകൊണ്ട് സുവേന്ദു അധികാരി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് സദ്ഭരണം. ബംഗാൾ ജനത ഇപ്പോൾ ഈ കിരാത ഭരണവും സദ്ഭരണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയാണ്. അതായത് സുവേന്ദു അധികാരി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഇതിന് ഒരേ ഒരു മാനദണ്ഡം മാത്രമാണ് ഞാൻ വയ്ക്കുന്നത്, ഒരേ ഒരു ഉപാധി ഇതിന് ഞാൻ വയ്ക്കുകയാണ്. ആ ഉപാധി മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഓടേണ്ടി വന്ന 2026 മെയ് 4 ശേഷം സ്വന്തം വീട് വിട്ട് ഓടേണ്ടി വന്ന തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനോ നേതാവോ പ്രാദേശിക നേതാവോ ആരുമായിക്കോട്ടെ അയാളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരും. പക്ഷേ അയാളുടെ പേരിൽ യാതൊരുവിധ കേസുകളും 2021 BJP പ്രവർത്തകരെ ആക്രമിച്ചതിൻ്റെ പേരിൽ കേസ് ഒരെണ്ണം പോലും ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് 12,500 FIRകൾ TMC പ്രവർത്തകർക്കെതിരെ എടുത്തിരുന്നു. ക്രൂരമായ ലഹളയും വേട്ടയുമൊക്കെ രാഷ്ട്രീയ വേട്ടയുമൊക്കെ നടത്തിയ 12,500 തൃണമൂൽ കോൺഗ്രസുകൾക്കെതിരെയാണ് ഈ FIR എടുത്തിരുന്നത്. ഈ FIRൽ ഒരു പേര് പോലും ഉണ്ടാകരുത്, ഒരു FIRൽ പോലും പേരുണ്ടാകരുത്. അങ്ങനെ പേരുണ്ടായാൽ ഇയാളെ വീട്ടിലേക്കല്ല തിരികെ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക. അതിനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുവേന്ദു അധികാരി. ഇതെല്ലാം വളരെയധികം മാനക്കേടോടുകൂടി അല്ലെങ്കിൽ ശവത്തിൽ കുത്തിയ രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് MP മാർ ഇതെല്ലാം കേട്ടുകൊണ്ട് ബംഗാൾ നിയമസഭയിൽ ഇരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഭാരതം കണ്ടത്.